തിരുവനന്തപുരം വർക്കല ഇടവ മാന്ദ്ര ഭാഗത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞു. തുറന്ന നിലയിലുള്ള 2 കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞത്. അഞ്ചുതെങ്ങ്, അയിരൂർ ഭാഗങ്ങളിലും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വർക്കല ഭാഗത്താണ് ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണ ചേർന്നുണ്ട്. ഹരി, ഈ കണ്ടെയ്നറുകൾ തുറന്ന അവസ്ഥയിലാണോ ഉള്ളത്? ഇത് കാലിയായ കണ്ടെയ്നറുകളാണോ? ഇത് എപ്പോഴാണ് നീക്കം ചെയ്യുക? ബന്ധപ്പെട്ട ആളുകൾ എത്തിയിട്ടുണ്ടോ സ്ഥലത്ത്? പോലീസൊക്കെ സ്ഥലത്തുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇന്ന് പുലർച്ചെയാണ് കണ്ടെയ്നർ കാണുന്നത്. ഇത് അഞ്ചുതെങ്ങിലെ 1-ാം പാലത്തിന് സമീപത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചുതെങ്ങ് 1-ാം പാലത്തിന് സമീപത്തുള്ള തീരദേശ മേഖലയിലെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, കടലിൽ 2 കണ്ടെയ്നറുകൾ കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമുക്ക് അങ്ങ് അടുത്തേക്ക് പോകാൻ കഴിയില്ല, മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം ഇവിടെ എത്തിയ പോലീസുകാർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ കൂടി ഇവിടെ വന്നിരുന്നു, പക്ഷെ അത് ഒഴുകി താഴോട്ട് പോയി എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ആശാൻ സ്മാരകമുണ്ട്, ആ ഭാഗവും കഴിഞ്ഞു പോയിട്ടുണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഇത് കണ്ട ആളുകളുടെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാം. ഇത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, നിങ്ങളിത് എപ്പോഴാണ് കാണുന്നത്? തീർച്ചയായും 3 മണിയൊക്കെ ആവും. ഞാൻ ബാത്റൂമിലേക്ക് വരാൻ, വീട്ടിൽ ബാത്റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ വരുമ്പോൾ ചാക്ക് അടിച്ച് കര കയറും. അതെ അതെ. ആ ചാക്കെടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പീസ് ഒഴുകി പോകുന്നു. ഈ കണ്ടെയ്നറിന്റെ മെയിൻ ഭാഗം. പിന്നെ അപ്പോഴേ തുറന്നിരുന്നു അല്ലേ? ആ 2 ആയി അങ്ങനെ പൊട്ടിയാണ് സാധനങ്ങൾ ഒഴുകി വന്നത്. ഇതിന് മെയിനറ്റമാണ് അങ്ങറ്റ ഒഴുകി പോയത്. ഇപ്പം അടുത്തുള്ള ആളെ പിടിച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു, ആദ്യം പറഞ്ഞ് വല്ല വള്ളം മറന്നതിനകത്ത് വിചാരിച്ചു, മരം കൊല്ലി വിചാരിച്ചു. പിന്നെ മനസ്സിലായത് വേറെ ആൾക്കാർ പിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, ഇവിടെ ഒരു വലിയ വള്ളം പറഞ്ഞായിരുന്നു. അതിൻ്റെ അവിഷ്ണങ്ങൾ വർക്കല ഇവിടെയൊക്കെ അടിച്ച് പീസ് കയറി പറഞ്ഞായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ആൾക്കാർ വിളിച്ചു കൂട്ടി പോലീസിനെ അറിയിച്ചു. ഇതെന്താ ഈ സാധനങ്ങളൊക്കെ അപ്പോഴേ ഈ തീരത്തടിഞ്ഞോ? അല്ല, ഇതൊക്കെ മണ്ണിനെ വലിച്ച് കയറ്റതാ. എന്നെ നോക്കാൻ വേണ്ടി വലിച്ചു കയറ്റി നോക്കിയതാ. നിങ്ങൾ കാണുന്ന സമയത്ത് ഈ കണ്ടെയ്നർ തുറന്നു തന്നെ കേട്ടായിരുന്നേ? ഈ കണ്ടെയ്നർ പൊട്ടി തന്നെ ഇരുന്നത്. ഇപ്പുറത്തിരിക്കുന്നത് അപ്പുറത്തെ പൊട്ടിയല്ലായിരുന്നു, ഇപ്പുറത്തെ പൊട്ടിയാണ് ഇത്. അതിൽ നിന്ന് സാധനങ്ങൾ ചുമ്മാ ചാക്കും കെട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ കരക്കോട്ട് പിടിച്ചു വെച്ചത്. എങ്ങനെയാ ഈ സാധനമേ കണ്ടെയ്നറിൽ നിന്ന് സാധനം പുറത്തേക്ക് പോകുന്നു, വഴി ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ പിടിച്ച സാധനങ്ങൾ കരക്കേറ്റി വെച്ചത്. ഈ ചാക്കുകെട്ടുകൾ ഇത്ര തന്നെയാണോ, അതേ വേറെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും? ഈ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തും കുറച്ച് ഒരു 10-25 അവിടെ പിടിച്ച് വെച്ചിട്ടുണ്ട്. 3 കണ്ടെയ്നർ ആണോ? 2. ഇത് 2, ഒരെണ്ണം അങ്ങ് ഏകദേശം ഇപ്പൊ ആശാ സ്മാരകം ആ ഭാഗം കഴിയും. ഇതിന്റെ പാതിയാ. പിന്നെ ഈ കാണുന്ന ഇതല്ല, ഈ ചാക്കുകെട്ട് പൊട്ടി വീണ് ഈ കിടക്കുന്നതാണോ? ഈ വെളുത്ത് ഈ ചാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനമാണ് ഈ കിടക്കുന്നത്, ഈ തറയിൽ കിടക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് വിചാരിക്കണമെങ്കിൽ ഏകദേശം ഇത് ഒന്ന് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് തോന്നുന്നത്. അതാണ് ഈ എടുക്കണ്ട പ്ലാസ്റ്റിക്കാണ്. എടുക്കണ്ട. അപ്പൊ ഇത് ഈ ചാക്കുകെട്ടുകൾ ആ കണ്ടെയ്നറുകൾ പൊട്ടി പുറത്തു വന്ന സാധനങ്ങളാണ്. അതായത് കാലി കണ്ടെയ്നറുകളായിരുന്നില്ല, ആ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് ഇതുപോലുള്ള ചാക്കുകെട്ടുകൾ മറ്റുമാണ് ഈ തീരത്തടിഞ്ഞിരിക്കുന്നത്. മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ കടപ്പുറത്ത് കിടക്കുന്ന ഈ വസ്തു എന്താണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അല്ലേ ഹരി? അതിനുള്ള ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. പൊതുവെ ഇത്തരം കണ്ടെയ്നറുകൾ വന്ന് അടിയുമ്പോൾ കസ്റ്റംസിനെയാണ് ആദ്യം അറിയിക്കുക. അപ്പോൾ അവർ വന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പം തീരത്തിങ്ങനെ കിടക്കുകയാണ് ആ വെളുത്ത വസ്തു അല്ലേ ഹരി? അതെ. അതൊരു അവർ പറഞ്ഞതുപോലെ എന്തോ പ്ലാസ്റ്റിക് പോലെയാണ്. ഞാനത് തൊട്ടില്ല, പക്ഷെ അവരത് കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്. അതായത് കണ്ടോ, ഇതുപോലെ കടലിൽ ഒഴുകി വരുന്നത് അവർ കൈകൊണ്ട് ഇതുപോലെ പിടിച്ചതാ ഈ തീരത്ത് കൊണ്ട് ഇടുന്നു. അങ്ങനെ കൊണ്ടിട്ടതാണ് ഈ ഒഴുകി വന്ന സാധനങ്ങളെല്ലാം തീരത്ത് ഇതുപോലെ കൊണ്ട് ഇട്ടതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. മാത്രമല്ല ഈ ചില കവറുകൾ പൊട്ടിയിട്ടുണ്ട്, അതിൽ നിന്നാണ് ഈ വെളുത്ത നിറത്തിലുള്ള ഈ സാധനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത് കാണുമ്പോൾ ഏകദേശം ഒരു പ്ലാസ്റ്റിക് പോലെ തന്നെ, ഈ ചെറിയ കൽക്കണ്ടത്തിൻ്റെയൊക്കെ അതേ നിറമാണ്, പക്ഷെ അതല്ല സാധനം. അതുപോലുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ ചാക്കിൽ ഉണ്ടെന്ന്. ഈ കടലിൽ ഇനിയും ചാക്കുകെട്ടുകൾ ഇതുപോലെ ഒഴുകി വരുന്നുണ്ട്. കണ്ടെയ്നറുകൾ ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗത്തൊന്നും മറ്റ് കണ്ടെയ്നറുകളൊന്നുമില്ല. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ചാക്കുകെട്ടുകൾ
ഓരോന്നായി ഇതുപോലെ അതായത് കണ്ടെയ്നറുകൾ തകർന്ന് ചാക്കുകെട്ടുകളൊക്കെ കടലിലായിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. അതിൽ പലരും പൊട്ടി കടലിൽ തന്നെ വീണിട്ടുണ്ട്. അത് ഇനി എന്തൊക്കെ സാധനങ്ങളാണ്, അത് എത്രത്തോളം അപകടകാരിയാണ്, അത് കടലിന് ദോഷമില്ലാത്തതാണോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പോലീസും മറ്റുമൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ആരും കണ്ടെയ്നറിനടുത്തേക്കോ മറ്റോ ഒന്നും പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്.